നമ്മളെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്ന റിലേഷൻസ് തീർച്ചയായും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ വല്ലാതെ ബാധിക്കും. പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ പല ബന്ധങ്ങളും നിലനിൽക്കുന്നത്. ചെറിയ ചില സിംറ്റംസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളായിരിക്കുന്നത് ഒരു പ്രോപ്പർ റിലേഷനിലാണോ, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലാണോ നമ്മുടെ റിലേഷൻസ് മുമ്പോട്ട് പോകുന്നത്. എത്ര വലിയ റിലേഷൻ ആണെങ്കിലും റെസ്പെക്റ്റിന്റെ കുറവ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കുക നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് പോയി പോകാനുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഫീഡ്ബാക്സിന് പകരമായിട്ട് കോൺസ്റ്റന്റ് ക്രിറ്റിസിസം നിലനിൽക്കുന്നുണ്ടോ ബന്ധങ്ങളിൽ? നീ എന്നെക്കാളും കുറച്ച് താഴെയുള്ള ആളാണ്, അല്ലെങ്കിൽ നിനക്ക് അത്രയ്ക്കും മെന്റൽ ഹെൽത്ത് ഇല്ല, കൂടെയുള്ള ക്രിറ്റിസിസം ഉണ്ടായിട്ടും സെൽഫ് വർത്തിനെ പോലും അവഗണിച്ചുകൊണ്ട് ആ റിലേഷനിൽ നമ്മൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മുടെ മെന്റൽ ഹെൽത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇമോഷണൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നതാണ് ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. റിലേഷൻസിൽ ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇമോഷണൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതാരും തിരിച്ചറിയുന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല. ഇത്തരക്കാർ നമ്മളിൽ കുറ്റബോധം ജനിപ്പിക്കുകയും സെൽഫായി ഒരു തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ അനുവദിക്കാതിരിക്കുകയും ചെയ്യും. നമ്മളിൽ ഇമോഷണൽ ഇൻഡിപെൻഡൻസി ഉണ്ടാവാൻ കൂടെയുള്ളയാൾ ഒരിക്കലും സമ്മതിക്കില്ല. നമ്മുടെ മാനസികാരോഗ്യത്തെ തകർക്കുന്നു എന്ന് മനസ്സിലായിട്ടും ഇത്തരം ബന്ധങ്ങൾ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നുണ്ടോ? നിങ്ങൾ ഒരു മാനിപ്പുലേഷന്റെ കീഴിലാണെന്ന് മനസ്സിലാക്കുക. ചില ബന്ധങ്ങൾ ഒഴിവാക്കണമെന്ന് ശക്തമായ ആഗ്രഹം ഉള്ളിലുണ്ടായിട്ടും നമ്മൾ ആ ബന്ധങ്ങളിൽ തന്നെ തുടരുന്നുണ്ടോ? ഇതാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മാനിപ്പുലേഷന്റെ പവർ എന്ന് പറയുന്നത്. നമ്മുടെ സെൽഫ് വർത്തിനും മാനസികാരോഗ്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത റിലേഷനിൽ നിന്ന് മെല്ലെ പടിയിറങ്ങാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയല്ല എങ്കിൽ നാം പോലും അറിയാതെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡിസ്ട്രോയ് ചെയ്യപ്പെടും. ഒറ്റയ്ക്കാവുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെയും വരും. അതുകൊണ്ട് തന്നെ ഏത് റിലേഷനിലാണ് നിലനിൽക്കുന്നതെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മാനസികാരോഗ്യം മാത്രമായിരിക്കണം.